ഒരു കുഞ്ഞിനെ തന്നെ നോക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ കുട്ടിയെ പ്രസവത്തോടെ കൊലപ്പെടുത്തിയത്. നൊന്തു പ്രസവിച്ച മക്കളെ ഇങ്ങനെ കൊല ചെയ്യാൻ എങ്ങനെയാണ് ഒരമ്മയ്ക്ക് സാധിക്കുന്നത്? അത്രയ്ക്കും ദുഷ്ടത നിറഞ്ഞവരായി ചില സ്ത്രീകൾ മാറുന്നത് എന്തുകൊണ്ടാണ്? തിരുവനന്തപുരം കാട്ടാക്കടയിലെ ഷംനയുടെ മൊഴികൾ പോലീസിനെ പോലും ഞെട്ടിച്ചു. പ്രസവാനന്തരം സ്ത്രീകൾക്കുണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന മാനസികാവസ്ഥയാണോ ഷംനയെ ഈ ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചത്? അതോ കുഞ്ഞിൻ്റെ മരണത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹത സംശയിക്കണോ? കൊലപാതകത്തിൻ്റെ കാരണം കണ്ടെത്താൻ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ചും മുറിവേൽപ്പിച്ചും കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ഷംനയെ കഴിഞ്ഞ ദിവസമാണ് ആര്യങ്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച വീട്ടിൽ വെച്ച് പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ബ്ലേഡ് കൊണ്ട് കഴുത്തറത്തും മുഖത്ത് കൈകൊണ്ട് അമർത്തി ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയെന്നാണ് പ്രതിയുടെ മൊഴി. അൽത്താഫ് എന്ന യുവാവുമായി 3 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. ദമ്പതികൾക്ക് 2 വയസ്സുള്ള മറ്റൊരു കുട്ടിയുണ്ട്. ഒരു കുഞ്ഞിനെ തന്നെ നോക്കാൻ സാധിക്കുന്നില്ലെന്നും അതിനാലാണ് രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നും ഷംന പോലീസിനോട് പറഞ്ഞു. ഇറച്ചിക്കട തൊഴിലാളിയായ ഭർത്താവ് അൽത്താഫ് ജോലി കഴിഞ്ഞ് ഞായറാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തുമ്പോൾ ഷംന വയറുവേദന കാരണം അവശനിലയിലായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി അൽത്താഫും ബന്ധുവും ചേർന്ന് ഷംനയെ എടുത്ത് ഓട്ടോറിക്ഷയിൽ കയറ്റി. തുടർന്ന് ഷംനയുടെ ചെരുപ്പെടുക്കാനായി അൽത്താഫ് മുറിയിൽ കയറിയപ്പോഴാണ് കട്ടിലിനടിയിൽ രക്തം പുരണ്ട തുണിയിൽ ചോര കുഞ്ഞിനെ കണ്ടത്. സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന് ജീവനില്ലായിരുന്നു. മൃതദേഹത്തിൽ മുറിവുകൾ കണ്ടതിനെ തുടർന്ന് ഡോക്ടറാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ഭാര്യ ഗർഭിണിയാണെന്ന വിവരം താനും വീട്ടുകാരും അറിഞ്ഞിരുന്നില്ലെന്നാണ് അൽത്താഫിന്റെ മൊഴി. സംഭവത്തെ തുടർന്ന് പോലീസിന്റെ നിരീക്ഷണത്തിൽ ചികിത്സയിൽ തുടർന്നിരുന്ന ഷംനയെ ബുധനാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി ഉടൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ആര്യങ്കോട് SHO പറഞ്ഞു. കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.